ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് യൂറോസ്പാർ എന്ന് പറയുന്നത്. ഇന്ന് നല്ല മഴക്കാറൊക്കെയാണ്, ഇവിടെ മഴയാണിപ്പം. ഈ ഒരു സീസണിൽ സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ദിവസത്തിന് നല്ല മഴയാണ്. അപ്പോൾ ഈ സീസണിലൊക്കെ വരുന്നവർ ശരിക്കും പെട്ടുപോകും. നല്ല തണുപ്പൊക്കെയാണ്, പിന്നെ ഒരു ശരിക്കും മൂടികെട്ടിയ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് നല്ല ഫോട്ടോഗ്രാഫ്സ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഉള്ളിൽ വേറെ കുറേ സൗകര്യങ്ങളുണ്ട്. അതായത് നിങ്ങളൊരു സോളോ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകൾ, അവിടുത്തെ വിലയോ കാര്യങ്ങളോ ഒക്കെ, അവിടെ വന്നേക്കുന്ന ഡിഫറൻസ്, അതുപോലെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പോയിട്ട് ഒരു ട്രോളി എടുത്തിട്ട് വരാം. നേരത്തെ ഇവിടെ ഒരുപാട് ജോലി വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കുമായിരുന്നു. ക്യാഷ്യറെ ആവശ്യമുണ്ട്, ക്ലീനറെ ആവശ്യമുണ്ട്, അങ്ങനെ എന്തുവാ ഫുഡ് ഇങ്ങനെ അടുക്കി വെക്കാനും എടുക്കാനും ഒക്കെ ഉള്ളവരെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ മറ്റേ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല കണക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. സാക്ഷനാണെങ്കിലും അതൊന്നും ഇവിടെ അങ്ങനെ ബാധിച്ചായിട്ട് കാണുന്നില്ല. ഫുൾ ഫില്ലാണ് ഏത് സമയത്തും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തെ വിലയും കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അവിടെയൊക്കെ ഉള്ളൊരു വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ യൂറോസ്പാർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രോസറി സ്റ്റോർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതുമാണ്. എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ സിറ്റികളിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂറോസ്പാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഗ്രോസറി ഐറ്റംസും വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇവിടെ മീറ്റാണ് കഴിക്കുന്നത്. കാരണം തണുപ്പ് രാജ്യമായതുകൊണ്ട് നമുക്ക് മീറ്റ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കട്ട്ലൈറ്റിൻ്റെയും എല്ലാം ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വാങ്ങിക്കുക, കൊണ്ടുപോകുക, കുക്ക് ചെയ്യുക, കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാവിധ മീറ്റും ഇവിടെ കിട്ടും. വിലക്കയറ്റമൊക്കെ എല്ലാ രാജ്യത്തെയും പോലെ ഇവിടെയും ഇപ്പം വന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടതിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ പ്രൈസ് ഉണ്ട്. പക്ഷേ അവശ്യ സാധനങ്ങളുടെ വില എപ്പോഴും ഇവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എഗ്ഗിൻ്റെ വിലയാണെങ്കിലും പാലിൻ്റെ വിലയാണെങ്കിലും ബ്രെഡിൻ്റെ വിലയൊക്കെ ഭയങ്കര ലിമിറ്റാണ്. അതെല്ലാവർക്കും അഫോർഡബിളായിട്ട് പിന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അങ്ങനെയുള്ള അവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ ഇവർ നിലനിർത്തിയിരിക്കുന്നത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോസേജാണ്. റഷ്യൻസിന് ഈ ഒരു കൽബാസ എന്ന് പറയുന്ന ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈ യൂറോസ്പാറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങളൊരു സോളോ ട്രിപ്പോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പൊക്കെ വരുന്നെങ്കിൽ ഈ യൂറോസ്പാറിൻ്റെ കിച്ചണിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് വളരെ ലോ കോസ്റ്റിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടും. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാ സാധനങ്ങളും, അതായത് ടിപ്പിക്കൽ, അതായത് വളരെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് റഷ്യൻ ഫുഡ്, പിന്നെ അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ അങ്ങനെയുള്ളവരായിരിക്കും ഷെഫായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു രീതിയിലാണ് ഫുഡ്. നമുക്ക് നന്ന ടേസ്റ്റൊക്കെ തോന്നും. പിന്നെ അതേപോലെ തന്നെ ഡിസ്പോസിബിളായിട്ട് നമുക്ക് ഫുഡ് വാങ്ങാം. ഫ്രഷ് ആയിട്ടുള്ള സാലഡുകൾ, കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിൻ്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഓരോ പാക്കറ്റിൻ്റെയും അതിൻ്റെ ഡൗൺ ഭാഗത്ത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സലാഡിൻ്റെ പ്രൈസ് വരുന്നത്, 176. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ എല്ലാവർക്കും ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മുതലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ പറ്റും. നല്ല ഹോട്ടായിട്ടുള്ള മീൽസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാനായിട്ടുള്ളവർക്ക് അങ്ങനെയും പോയി കഴിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മീറ്റ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ സ്പൈസി അല്ല, ഒട്ടും സ്പൈസി അല്ല. പിന്നെ നിങ്ങൾക്ക് സ്പൈസിയൊക്കെ ഭയങ്കരമായിട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് അച്ചാറോ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും കഴിക്കാൻ പറ്റും. ഇതൊക്കെ സ്വീറ്റ്സ് ഐറ്റംസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇത് വാങ്ങിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത്രയും 69 റുപ്പീസ് ഒക്കെയാണ്. റുപ്പീസും സെയിം ആണ്, ഞാൻ അഗെയിൻ പറയുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു സാധനം നമുക്കിപ്പോൾ എടുക്കാം. ജസ്റ്റ് കാര്യങ്ങളൊന്നും വലിച്ചു നിരാതെ പെട്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ പറയുക. ഓക്കെ, അതൊക്കെ ഒരു സപ്പോർട്ടായിരിക്കും. ഇവിടുന്ന് നമുക്ക് കോഫി വാങ്ങാൻ പറ്റും. കോഫി നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അങ്ങനെ അതും
ബ്രേക്ക്ഫാസ്റ്റിന് വന്നു കഴിഞ്ഞാൽ അതുകൂടെ കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ക്യാഷ്യർ ഒന്നും ഇല്ലാത്തതെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സെൽഫായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ബില്ല് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് ഇവിടെ എല്ലായിടത്തും മെഷീൻസ് വെച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും. അതായത് ഒരുപാട് മെഷീൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നും ഇപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, ക്യാഷ്യറിൻ്റെ ആവശ്യമില്ല. പിന്നെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമൊന്നും ആയി എന്ന് വരില്ല. കാരണം എല്ലാത്തിൻ്റെയും ബാർകോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക, അപ്പം തന്നെ അതിൻ്റെ പ്രൈസ് അവിടെ വരും. പിന്നെ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കുക, നിങ്ങൾ ജസ്റ്റ് പാക്ക് ചെയ്യുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കണ്ടോ ക്യാഷ്യറിൻ്റെ പ്ലേസൊക്കെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ജോലിക്കാരെ ആവശ്യമുണ്ടെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. കണ്ടോ ഇവിടെയാണ് നമുക്ക് ഇവർ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഇതിനകത്ത് ഇൻഫർമേഷനും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്